അല്ല ഇതാണല്ലോ ഞാൻ ആദ്യം മുതൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അത് ഞങ്ങളിത് വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് കൗൺസിലറും ഞങ്ങളുടെ മണ്ഡൽ പ്രസിഡൻറ്റും ഞാനും ഇരുന്ന് അത് പരിഹരിച്ചു. അതാണ് ഞങ്ങളൊരു കർത്തവ്യമായിട്ട് ഞങ്ങൾ കാണുന്നു. അത് സാരില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യണം, അത് ചെയ്യുന്നില്ല, അത് അവർ അങ്ങനെ പോട്ടെ. പക്ഷേ ഞങ്ങൾ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ വോട്ട് തേടിയത്. അത് വിചാരിച്ചിട്ടും അത് ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ജനങ്ങൾ എനിക്ക് ഒരു അവസരം തന്നത്. അപ്പോൾ ആ അവസരം കിട്ടിയപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇന്നും അതന്നെ പറഞ്ഞത്. ഞാൻ 5 കൊല്ലം എനിക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, 100% ചെയ്യും, നന്നായിട്ട് അധ്വാനിക്കും. ഞങ്ങളുടെ ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. മറ്റൊരു വിഷയമാണ് ഈ ബജറ്റാണ്. കേരള ബജറ്റിനെ എങ്ങനെയാണ് ഇപ്പോൾ BJP പ്രതിപക്ഷം നോക്കിക്കാണുന്നത്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെ ഞങ്ങളുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ഗോകുമാർജി ഇന്നലെ കൃത്യമായി പറഞ്ഞല്ലോ. നോക്കൂ, മുഖ്യമന്ത്രി മാറി, പ്രതിപക്ഷ പാർട്ടി ലീഡർ മാറി, പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. 10 കൊല്ലം മുമ്പേ ഒരു മുഖ്യമന്ത്രിയുടെ കുറേ സ്വപ്നങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ശരിയാവുമെന്ന് ഒരു സ്വപ്നം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്താ നടന്നത്? 10 കൊല്ലം നശിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഒരു വാക്കും പറഞ്ഞില്ല, 10 കൊല്ലം മൗനം പാലിച്ചു. ഇന്ന് അതേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഭരിക്കുന്നു. അവരിങ്ങനെ കുറേ സ്വപ്നങ്ങൾ പറയുന്നു. 5 ഇന്ദിരാ ഗ്യാരൻറ്റീസിൻ്റെ പേരിലാണ് അവർ മത്സരിച്ചത്. 5 ഗ്യാരൻറ്റീസിലും ഒരൊറ്റ ഗ്യാരൻറ്റി മാത്രമേ അവർ നടപ്പിലാക്കിയിട്ടുള്ളൂ. 4 ഗ്യാരൻറ്റീനെ കുറിച്ച് മൗനമാണ് ഈ ബഡ്ജറ്റിൽ. അതുമാത്രമല്ല, 25 ലക്ഷം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റി വെച്ചിരിക്കുന്നത് 10 കോടി. 10 കോടി എന്ന് പറഞ്ഞാൽ 90 ലക്ഷം മലയാളി കുടുംബങ്ങൾക്ക് 11 രൂപ പെർ ഇയർ. ഇതാരെയാണ് വെടിയാക്കുന്നത്? നോക്കൂ, ഇതെല്ലാം കുറച്ച് കാലം നടക്കും. അത് കഴിഞ്ഞിട്ട് സത്യം എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഒരു പീരീഡായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ഓരോരോ ജാർഗൺ, ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാക്ക് ഉപയോഗിച്ചു, ലെഫ്റ്റിൻ്റെ ജാർഗൺ. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഒപ്പം അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ എഗ്രി ചെയ്യുന്ന ആളല്ല. എന്നാലും അവർ ഈ ജാർഗണും പ്രൈവറ്റൈസേഷനും പ്രോലിറ്റാരിയറ്റും ബൂർജ്വാ എന്നും പറഞ്ഞിട്ട് 70 കൊല്ലമായിട്ട് ജനങ്ങൾ വെടിയാക്കുക. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? കുടിവെള്ളത്തിൻ്റെ ആവശ്യം, വീട്, ജോലി, തൊഴിൽ, വികസനം. അതൊന്നും ചെയ്യാതെ 10 കൊല്ലം അവർ ജനങ്ങൾ അവർ അവസരം കൊടുത്തപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞത്? കോൺഗ്രസ്സിന് അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ആയിട്ട് BJP അവിടെ പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് കാണാം വരാൻ പോലത്തെ കാലത്ത്. നോക്കൂ, ഇത് നാടിൻ്റെ സ്ഥിതി ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം. ഇത് വളരെ മോശമായ സ്ഥിതിയിലാണ്. ഒരു ഡെസ്പെറേറ്റ് സിറ്റുവേഷനാണ് ഇത് എല്ലാം നടക്കുന്നത്. കോൺഗ്രസ്സിന് ഇന്ന് കൃത്യമായി അറിയാമായിരുന്നു. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. ഇതും അറിഞ്ഞിട്ടും അവർ 5 ഗ്യാരൻറ്റി പ്രഖ്യാപിച്ചു, വാഗ്ദാനം കൊടുത്തു. അത് പാലിക്കട്ടെ, അതിനെക്കുറിച്ച് അവർ പറയട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ നോക്കാം. ഞങ്ങളൊന്നും പറയുന്നില്ല. ലിക്കർ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഒരു മാർഗവുമില്ല. ഈ ധവളപത്രത്തിൽ പറഞ്ഞല്ലോ, 58,000 കോടി റവന്യൂ വരുമാനം കുറഞ്ഞു, അവർ കളക്ട് ചെയ്തിട്ടില്ല. അതല്ല ചെയ്യേണ്ടത്. അത് ലിക്കർ വഴിയാണോ ചെയ്യേണ്ടത്? അതല്ലല്ലോ ചെയ്യേണ്ടത്. ഇവിടെ വികസനം കൊണ്ടുവരണം, അങ്ങനെയാണ് വരുമാനം കൂടുതലാക്കുന്നത്. പക്ഷെ അത് ചെയ്യാണ്ട് ലിക്കറിനെ ടാക്സ് ചെയ്യുക, ആ വഴി റവന്യൂ നോക്കി. ഇതെല്ലാം ഷോർട്ട് സൈറ്റഡാണ്, ഷോർട്ട് ടേമാണ്. ഇതൊന്നും ഇവിടെ വികസനം കൊണ്ടുവരില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് വേണ്ടത്ര കാശ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. ഒരു ഷോർട്ട് കട്ടുമില്ല. വികസനത്തിന് വേണ്ടത് എന്താണ്? നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം എങ്ങനെയാണ് ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്നത്? അധ്വാനം, നല്ല പോളിസി, അഴിമതി രഹിത ഭരണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമ്മുടെ നാട് മുമ്പോട്ട് പോകുള്ളൂ. അതാണ് സത്യം. ഇവരെല്ലാം ഗിമ്മിക്ക് ചെയ്യുന്നു. നമുക്ക് കാണാം.